പത്തനംതിട്ടയ്ക്ക് ഒരു എം പി ഉണ്ട്. അദ്ദേഹം എവിടെയാണെന്ന് പോലും ഈ കല്ലേലി തോട്ടത്തിലെ ജനത ഇന്ന് വരെ കണ്ടിട്ടില്ല അദ്ദേഹത്തെ. നമ്മളിപ്പോൾ ഉള്ളത് കല്ലേലി തോട്ടത്തിലാണ്. ഇവിടെ ആനശല്യം വലിയ രൂക്ഷമാണെന്നാണ് പറയുന്നത്. നമുക്ക് ആളോട് ചോദിക്കാം, ചേട്ടാ എങ്ങനെ ആനശല്യമൊക്കെ ഇവിടെ രായി എന്നും ഇതിന് മുമ്പ് എന്ന് പറഞ്ഞാൽ രാത്രി മാത്രമേ ഉള്ളായിരുന്നു. ഇപ്പോൾ രാത്രി രാവിലെ രായും പകലും ഏത് സമയത്ത് ഇവിടെ ആനയാണ്. ഉയിര് കൂട്ടി നമുക്ക് നടക്കാനൊക്കത്തില്ല, റോഡിലും പോകാനൊക്കത്തില്ല, ഇവിടെ വീടുകളിലും നിൽക്കാനൊക്കത്തില്ല, ഇവിടെ ഈ വഴി കൂടെ ഒരു തരത്തിൽ കൂടെ ഒക്കത്തില്ല. നമുക്കത് ഭയങ്കര ശല്യമായിട്ടിരിക്കും. അത് നമ്മൾ പറയാൻ എല്ലായിടത്തും പറഞ്ഞു. നമ്മൾ എന്ത് ചെയ്യാനൊക്കെ ജീവൻ പണയുമ്പോൾ ഇവിടെ 2-3 പേര് വീണ് കയ്യും കാലും ഒടിഞ്ഞ്. ഇപ്പോൾ നമ്മൾ വണ്ടിയും കൊണ്ട് പോവുക, ഈ ആനയെ കൊണ്ട് നമ്മൾ എങ്ങോട്ട് ചാടും? ഒറ്റയ്ക്കാണെങ്കിലും തന്നെ എങ്ങോട്ടാണ് ചാടുന്നത്? ഇപ്പോൾ ഞാൻ ഭാര്യയും കൊണ്ട് കോന്നിക്കുവൻ ഇറങ്ങിയാണ്. ഇപ്പോൾ ഈ പോകുന്ന വഴിക്ക് ചിലപ്പോൾ ഏത് വഴിയിലാണ് എവിടെ നിൽക്കുന്ന പറയാനൊക്കത്തില്ല. നമ്മൾ എങ്ങോട്ടാണ് ചാടുന്നത്? ചാടി കൈ തന്നെയല്ല, ഈ റോഡിൻ്റെ ഇരുഭാഗങ്ങളും ഒരടി താഴ്ചയിലുള്ള കുഴികളാണ്. ഈ വണ്ടികളൊന്ന് ഒതുക്കാനുള്ള ഒരു വണ്ടികൾ വന്നാലോ നമുക്കൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴിഞ്ഞു മാറാനെ കൊണ്ട് സ്ഥല സൗകര്യങ്ങളില്ല. ബുദ്ധിമുട്ടാണ്, വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞങ്ങൾ വലിയ ബുദ്ധിമുട്ടാണ്. അത് എങ്ങനെയാലും ഈ ആനകളെ നമുക്ക് ഒഴിവാക്കി തരണം. അതേ ഉള്ളൂ. നമുക്ക് വേറെ മറ്റൊന്നും നമുക്ക് പറയാനില്ല. അമ്മയോട് ചേരുന്നുണ്ട്. അമ്മ വലിയ ബുദ്ധിമുട്ടാണ് അവിടെ ജീവിക്കാന്നുള്ളത്. വലിയ ബുദ്ധിമുട്ടാണ്. ഒറ്റയ്ക്കൊന്നും പോകാൻ പറ്റത്തില്ല. രാവിലെ പോകുമ്പോൾ അവിടെ പുന്നമൂട് എന്ന് പറഞ്ഞ അപ്പുറത്ത് അവിടെ ഇറങ്ങുന്ന സ്ഥലത്തായിരിക്കാം മൊത്തം ആനകളും. 10-15 എണ്ണം ഉണ്ടായിരുന്നു മിനിഞ്ഞാന്ന്. ഞങ്ങൾ പണിക്ക് പോലും പോയില്ല, തിരിച്ചു വന്നു. ഇന്നലെയായിരുന്നു. പിന്നെ എങ്ങനെ പോകുന്ന 6 മണിക്ക് പോയിട്ട് അവിടെ നിൽക്കുക മൊത്തം. അത് എതിലേ കൂടെ പോകും ഞങ്ങൾ? റോഡയിലാണ് തന്നെ വാല നിൽക്കുന്നത്. ഇപ്പം നമ്മളുടെ സ്ഥലത്തെ വാർഡ് മെമ്പറോട് ചേരുന്നുണ്ട്. ചേച്ചി, ഇപ്പം ആളുകൾ പറയുമായിരുന്നു ഇതിൻ്റെ ഒരു അവസ്ഥയെ. ഇപ്പം ഇവിടുത്തെ കാര്യങ്ങളൊന്ന് പറയാമോ? ഇത് കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഫയർഫോഴ്സിനെ വിളിച്ചാൽ ലാസ്റ്റ് ഈ റോഡെല്ലാം ബ്ലോക്ക് മാറ്റിയത്. ഇത് കഴിഞ്ഞ ദിവസം ഈ പനയെല്ലാം ചവിട്ടിയിട്ട് ഭയങ്കര പ്രശ്നമായി. ഈ റോഡ് ബ്ലോക്കാക്കുകയും ഇത് കണ്ടില്ലേ ആനപ്പണ്ടമൊക്കെ കിടക്കുന്നത്. ഭയങ്കര കാട്ടാനടയാണ്. ഇപ്പോൾ പിന്നെ ബഹുമാനപ്പെട്ട MLA ഇടപെട്ടാണ് ഇപ്പോൾ വിസ്ത ക്ലിയറൻസ് ചെയ്ത് വനം വകുപ്പ് നല്ല സപ്പോർട്ട് തരുന്നുണ്ട്. MLAയുടെ ഇടപെടലിലൂടെ ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് K. ജനീഷ് കുമാർ MLA ആണല്ലോ നമ്മുടേത്. അദ്ദേഹത്തിൻ്റെ ഇടപെടലിലൂടെ കഴിഞ്ഞ ദിവസം കളക്ടറേറ്റ് യോഗം വിളിച്ചതിന് ശേഷം വനം വകുപ്പുകാരെ ഇപ്പോൾ ഈ റോഡിൽ ഉള്ള അപകടം ഒഴിവാക്കാൻ വേണ്ടി കഴിഞ്ഞ ദിവസം അമ്മയും കുഞ്ഞും മറിഞ്ഞു വീണു. ഇതേ സ്ഥലത്ത് തന്നെയാണ്. അവർ ആ വളവിനൂടെ ആന വന്നപ്പോഴാണ് പേടിച്ച് മറിഞ്ഞു വീഴുന്നത്. അപ്പോൾ അന്ന് ആന അടുത്തൂടെ ഉരസിപ്പോയെന്നാണ് പറയുന്നത്. അപ്പം ഏത് നിമിഷവും ആർക്കും ഒരു ആപത്ത് പറ്റാം. അപ്പോൾ അതിനുശേഷം അടിയന്തരമായിട്ട് MLA ഒരു യോഗം വിളിച്ചു ചേർത്ത് ആ യോഗത്തിൽ ഞാനും പോയിരുന്നു. ഞാൻ ആവശ്യപ്പെട്ടിരുന്നു ഇതുപോലെ 2 സൈഡും വീതിക്ക് റോഡ് കാട് വെട്ടി ക്ലിയറാക്കി തരണം. എങ്കിൽ മാത്രമേ ഈ റോഡിൻ്റെ അപകടം, ഈ വരുന്ന വാഹനയാത്രക്കാർക്കുള്ള അപകടം ഒഴിവാക്കാൻ പറ്റത്തുള്ളൂ, ദൂരെ നിന്ന് കാണാനെങ്കിലും സാധിക്കത്തുള്ളൂ. അപ്പോൾ അടിയന്തരമായിട്ട് നമ്മുടെ MLA ഇടപെട്ടത് കൊണ്ടാണ് ഇപ്പോൾ ഈ കണ്ട നമ്മുടെ റോഡ് ക്ലിയറാക്കി വിസ്ത ക്ലിയറൻസ് ചെയ്ത് തരുന്നത്. അതുപോലെ തന്നെ വനം വകുപ്പും അതിനുശേഷം നല്ല രീതിയിൽ ഇവിടെ പെട്രോളിങ്ങും കാര്യങ്ങളും നടത്തി വരുന്നു. എന്നാൽ പത്തനംതിട്ടയ്ക്ക് ഒരു MP ഉണ്ട്. അദ്ദേഹം എവിടെയാണെന്ന് പോലും ഈ കല്ലേലി തോട്ടത്തിലെ ജനത ഇന്ന് വരെ കണ്ടിട്ടില്ല അദ്ദേഹത്തിന് ഒരു മിനി മാസ്ക് ലൈറ്റ് പോലും ഈ വാർഡിൽ സ്ഥാപിച്ചിട്ടില്ല. ഈ അരുവാപ്പലം ഗ്രാമപഞ്ചായത്തിലെ 5-ാം വാർഡ് കല്ലേലി തോട്ടത്തിലെ ജനങ്ങൾക്ക് MP ഉണ്ടോ എന്നുള്ള ഒരു ചോദ്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇത്ര കട്ട ഒരു MLA നമ്മുടെ കൂടെ ജനങ്ങളോടൊപ്പം നിൽക്കുന്നു. അപ്പം ഈ നാട്ടിലെ ഒരു MP ഇല്ല. MP സമരം ചെയ്തത് എനിക്കറിയത്തില്ല. ഞാൻ മാധ്യമത്തിലൊക്കെ കാണുന്നുണ്ട്. പക്ഷേ അതൊക്കെ എനിക്ക് ഈ കല്ലേലി തോട്ടം വാർഡിൽ അദ്ദേഹത്തിൻ്റെ ഒരു ബൾബ് പോലും 100 രൂപ മുടക്കി ഒരു ബൾബെങ്കിലും അദ്ദേഹം തന്നിരുന്നെങ്കിൽ. ഈ 10 വർഷക്കാലം ഞാൻ ജനപ്രതിനിധിയാണ് ഇവിടെ. അദ്ദേഹം എന്താ ഈ കല്ലേലി തോട്ടം എന്ന് പറയുന്നൊരു വാർഡുണ്ടെന്ന് അദ്ദേഹത്തിന് അറിയുമോ? ആദിവാസികൾ ജനത അടക്കമുള്ള വാർഡാണിത്. ഇവിടെയൊക്കെ അദ്ദേഹം എന്താണ് ചെയ്തിട്ടുള്ളത്? ഒരു BSNL ടവർ പോലും കൊണ്ടുവരാൻ സാധിക്കാത്തൊരു MP-യാണ് ഉള്ളത്. MLA തീർച്ചയായിട്ടും പൂർണ്ണമായ ഞങ്ങൾ എന്താവശ്യം പറഞ്ഞാലും ഞങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരു MLA ആണ് കിട്ടിയത്. MLA വന്നതിന് ശേഷം ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ഈ 5-ാം വാർഡിന് നമുക്ക് തന്നിട്ടുണ്ട്. കുടുംബാരോഗ്യ കേന്ദ്രമായാലും റോഡുകളായാലും എല്ലാ ആവണിപ്പാറ വൈദ്യുതി അടക്കമുള്ള എല്ലാ സംവിധാനവും നമുക്ക് ഏർപ്പെടുത്തി ബഹുമാനപ്പെട്ട MLA അഡ്വക്കേറ്റ് K. ജനീഷ് കുമാർ തരുന്നുണ്ട്. ഇതാണ് പറയാനുള്ളത്. പത്തനംതിട്ടയുടെ MP ആൻ്റണി ഈ വാർഡ് മെമ്പറായിരിക്കുന്ന സിന്ധു ചേച്ചിയുടെ വാക്കുകൾ കേൾക്കണം. MP ഇതിന് ഉത്തരം പറയേണ്ടതായിട്ടോടി ഉണ്ട് എന്നുള്ളതും പ്രധാനപ്പെട്ടതാണ്. കലയിൽ നിന്ന് കൈരളി ന്യൂസിന് വേണ്ടി ക്യാമറമാൻ അഖിലേഷ് കുടുംബിനൊപ്പം സുജു ടി ബാബു.